അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യംസസ്കല്ലാഹു ബിളുദ്ദിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വഇൻ യുരിദുക ബിശർരിൻ ഫലാ റാദ്ദ ലിഫളിഹി. അഭിനന്ദരായ അധ്യക്ഷൻ അബ്ബാസ് സാഹിബ് ചമ്പൻ അവറുകളെ, ഇസ്ലാഹി സെൻറ്റർ ഭാരവാഹികളെ, സഹോദര സഹോദരിമാരെ, ഏതാണ്ട് ഒരു 33 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ബന്ധമാണ് എനിക്ക് ജിദ്ദ ഇസ്ലാഹി സെൻറ്ററുമായിട്ട്. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരന് അഥവാ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഈ പ്രായമായ കാലം തൊട്ട് ഇവിടെ വരാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ് ഇന്നും ജിദ്ദ സെൻറ്റർ അതിൻ്റേതായ അർത്ഥത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് എന്നതിൽ സന്തോഷമുണ്ട്. ഈ അവസ്ഥ ഖിയാമത്ത് നാൾ വരെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ തുടരാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അർപ്പണബോധവും ശുഭപ്രതീക്ഷയും എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് സമർപ്പണത്തിൻ്റെ മതമാണ്. മുസ്ലിം എന്ന് വെച്ചാൽ സർവസ്വവും സർവലോകരക്ഷിതാവായ തമ്പുരാന് സമർപ്പിച്ചവനാണ്. സമർപ്പണം എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുവഹിദായ മനുഷ്യന് ഒരിക്കലും തന്നെ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ്. ഏതു പ്രതിസന്ധി നേരിട്ടാലും എന്തു പ്രയാസങ്ങൾ അനുഭവിച്ചാലും അതെല്ലാം തന്നെ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുക, നിരാശ വരാതിരിക്കുക. എപ്പോഴും നമുക്ക് വേണ്ടത് ശുഭപ്രതീക്ഷയാണ്. ഇനി ഒരു കാര്യവും ശരിയാവൂല എന്നുള്ള നിരാശയിൽ നിന്നാണ് മനുഷ്യൻ്റെ പരാജയം തുടങ്ങുന്നത്. എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും ശുഭപ്രതീക്ഷയും അർപ്പണബോധവുമാണ് ഒരു മുസൽമാൻ ഉണ്ടാകേണ്ടത്. എന്നാൽ അടുത്ത കാലത്തായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലും ഉള്ള ചില ആൾക്കാർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതിനു പകരം അവൻ്റെ സൃഷ്ടികളിലേക്ക് രക്ഷാമാർഗം തേടുന്ന, അവരിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുന്ന അവസ്ഥ വന്നു ചേർന്നു എന്നുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിനേറ്റ കളങ്കമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് സംഭവിച്ചതായ നാണക്കേടാണ് എന്ന് ആമുഖമായി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രയാസമുണ്ടത് ഓർക്കുമ്പോൾ. സഹോദരങ്ങളെ, നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരെ പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും സഹിച്ച തരത്തിലുള്ള പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടും ഇന്ന് കാണുന്ന സംഘടനയുടെ ബലമൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചും കൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ച പാവപ്പെട്ട മൺമറഞ്ഞുപോയ ഈ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവരാരും തന്നെ പതറിപ്പോയിട്ടില്ല.
ശക്തമായി പിടിച്ചുന്നതിൻ്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുവഹിദീങ്ങളെ അവർക്ക് വാർത്തെടുക്കാൻ സാധിച്ചു. വിശ്വാസരംഗത്ത് ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ കേരളത്തിൽ അവർക്ക് സാധിച്ചു. അതിനവർക്ക് ഊർജം പകർന്നു കൊടുത്തത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ സ്വഹാബാ കിറാമും അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചരിത്രം അതൊന്നു മാത്രമായിരുന്നു. സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിൻ്റെ അംബിയാ മുർസലീങ്ങളുടെയും സ്വഹാബാ കിറാമിൻ്റെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു രക്ഷയുമില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹു രക്ഷകനായിട്ടുണ്ടാകും. ഞാൻ അവനിൽ സമർപ്പിച്ചവനാണ്, അതുകൊണ്ട് എനിക്ക് ബേജാറില്ല, പേടിയില്ല എന്ന രൂപത്തിലാണ് അവരൊക്കെ അതിനെ കൈകാര്യം ചെയ്തിരുന്നത്. ഇന്ന് ചെറിയൊരു സംഗതി ഉണ്ടാകുമ്പോഴത്തേക്ക് പതറിപ്പോകുന്ന മുസ്ലിങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പതറിപ്പോകുന്ന, പേടിച്ചു പോകുന്ന മുജാഹിദുകൾ എന്നറിയപ്പെടുന്നവരെയാണ് നമ്മൾ കാണുന്നത്. തൗഹീദിൽ ഊട്ടിയാണ് ഇതിൻ്റെ പ്രവർത്തകന്മാരെ നമ്മുടെ പണ്ഡിതന്മാർ സൃഷ്ടിച്ചത്. എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാതെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും വേഷം കെട്ടാൻ മാത്രം പഠിപ്പിച്ചും കൊണ്ട് ആദർശമില്ലാത്ത തനി രൂപങ്ങൾ, യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇസ്ലാമിൻ്റെ രൂപങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യങ്ങളായിരുന്നു അത്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, ഫറോവയുടെയും കിങ്കരന്മാരുടെയും പീഡനങ്ങളും മർദ്ദനങ്ങളും കേട്ട് സഹിക്കട്ട ഇസ്രായേൽ സന്തതികൾ, ആ ഇസ്രായേൽ സന്തതികൾ അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എന്നും ഉണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു, അഭിലാഷമായിരുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ സന്തതികളെയും കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. പോകുന്ന സന്ദർഭത്തിൽ സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവർ മുന്നോട്ട് പോവുക ചെങ്കടലിന്റെ തീരത്തേക്ക്. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കപ്പലില്ല, തോണിയില്ല, പാലമില്ല. അക്കരെ കടന്നെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അവിടെ വെച്ചും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഖാല അസ്ഹാബു മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വഹാബിമാര്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ സന്തതികൾ ചോദിച്ച ഒരു ചോദ്യം, ഇന്നാല മുദ്റഖൂൻ, മൂസയെ നമ്മൾ പിടിക്കപ്പെടാൻ വേണ്ടി പോവുകയാണല്ലോ, നീ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചില്ലേ, എൻ്റെ കൂടെ പോന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അടിമത്വത്തിൽ നിന്ന് മോചനം നേടാം എന്നൊക്കെ പറഞ്ഞു പ്രേരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും അവിടുന്ന് ഞങ്ങളെ നീ ഇറക്കിക്കൊണ്ടുവന്നില്ല മൂസ. അവിടെ ആയിരുന്നെങ്കിൽ അടിമയായിട്ടെങ്കിലും ജീവിക്കാമായിരുന്നുവല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കൂ പുറകോട്ട് മൂസ, നമ്മെ പിടിക്കാൻ വേണ്ടി ഫറോവയുടെ വലിയ സൈന്യമാണ് വരുന്നത്, അവരെ ചെറുത്തു നിൽക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, നീ ഞങ്ങളെ ചതിച്ചല്ലോ. ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ, മൂസയെ നമ്മൾ പിടിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. മുമ്പിൽ കാണുന്നത് കടലാണ്, പിന്നിലോ ഫിർഔന്റെ സൈന്യവുമാണ്. വഞ്ചിച്ചില്ലേ, ചതിച്ചില്ലേ, പറഞ്ഞു പറ്റിച്ചില്ലേ? ഈ വർഗത്തിന്റെ സ്വഭാവമാണത്. ഇതൊന്നും പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിന് ഒരു പതർച്ചയുമില്ല. അദ്ദേഹം വളരെ സന്തോഷവാനാണ്, അദ്ദേഹം ശുഭപ്രതീക്ഷയിലാണ്. കാരണം അദ്ദേഹം സർവസ്വവും സമർപ്പിച്ചത് റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മുമ്പിലാണ്. ഇവർ ബേജാറാകുകയാണ്, അദ്ദേഹത്തിന് ഒരു കുലുക്കുമില്ല. ആ സമയത്ത് അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്. അതായിരിക്കണം ഒരു മുജാഹിദിന്റെ മറുപടി, അതായിരിക്കണം ഒരു മുഅ്മിനിന്റെ മറുപടി, അതായിരിക്കണം ഒരു മുസൽമാന്റെ മറുപടി, അതായിരിക്കണം ഒരു മുസൽമാന്റെ മനസ്സ്. അദ്ദേഹത്തിന്റെ മറുപടി ഖുർആൻ പറയാണ്, കല്ലാ കല്ലാ ഖല. അദ്ദേഹം പറയാണ്, കല്ല, അങ്ങനൊന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ ബേജാറാക്കണ്ട. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ,
ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ആ റബ്ബിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അവൻ പോരാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോന്നതെങ്കിൽ അവൻ എനിക്കൊരു മാർഗവും ഉണ്ടാക്കി തരും. എങ്ങനെ മാർഗം ഉണ്ടാക്കി? നിങ്ങളത് നോക്കണ്ട. റബ്ബ് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നതെങ്കിൽ, അവനിൽ സമർപ്പിച്ചവരാണ് നമ്മളെങ്കിൽ നമുക്കൊരു മാർഗം റബ്ബ് കാണിച്ചു തരും. ഒരു കുലുക്കവുമില്ല. ആരാ പേടിക്കാതിരിക്കുക? മുമ്പിൽ കാണുന്നത് കടലല്ലേ? തോണിയുണ്ടോ? ഇല്ല. പാലമുണ്ടോ? ഇല്ല. കപ്പലുണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ടങ്ങനെ പോവാണ്. അനുയായികളോ നന്ദി കെട്ടവന്മാരും. അവർ പറയാണ്, പറഞ്ഞു പറ്റിച്ചില്ല, ഞങ്ങൾക്ക് അടിമയായിട്ട് ജീവിച്ചാൽ മതി, എന്നാലും ജീവിക്കായിരുന്നല്ലോ. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടി, ഖാല കല്ല, അങ്ങനെ ഒന്നും പറഞ്ഞ് നമ്മളെ ബേജാറാക്കണ്ട. ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവനൊരു മാർഗമുണ്ടാക്കി തരും എനിക്ക് എന്ന്. അതായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഓരോ പ്രവർത്തകന്റെയും മനസ്സ്. അതായിരുന്നു ഓരോ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു കുലുക്കും മുജാഹിദുകൾക്ക് പണ്ടുണ്ടാകാറില്ല. എന്ത് വന്നാലും ധൈര്യസമേതം നേരിട്ടിരുന്ന, പല സംഘടനകളും അത്ഭുതം കൂടിയിരുന്ന, ഇവർക്കൊരു പേടിയില്ലട്ടോ എന്ന് മുസ്ലിം നാമധാരികളും പണ്ഡിത വേഷധാരികളുമായ പുരോഹിത വർഗം നമ്മെ ചൂണ്ടി പറഞ്ഞിരുന്നു. കാരണം അവരൊക്കെ അവിടെ സമർപ്പിച്ചവരാണ്. എന്താ അങ്ങനെ സമർപ്പിക്കാനുള്ള കാരണം സഹോദരങ്ങളെ? ഒരു വിശ്വാസം. പരിശുദ്ധ ഖുർആൻ, നിനക്കെങ്ങാനും ഒരു പ്രയാസം, ദുരിതം, കട്ടപ്പാട്, നഷ്ടം അത് നിന്നെ പിടികൂടിക്കഴിഞ്ഞാൽ ഫലകാശിഫലഹു, അതിൽ നിന്ന് തുറവിയാക്കുന്നവനില്ല, രക്ഷപ്പെടുത്തുന്നവനില്ല, ഇല്ലഹുവ, അവനല്ലാതെ. ഇതായിരുന്നു ഒരു മുജാഹിദിന്റെ വിശ്വാസമാണത്. ഒരു മുസൽമാന്റെ വിശ്വാസമായിരിക്കണം അത്. അതായിരുന്നു അംബിയാ മുർസലീങ്ങളുടെ വിശ്വാസം. അതായിരുന്നു സ്വഹാബ കിറാമിന്റെ വിശ്വാസം. അതായിരുന്നു കേരളത്തിലെ മുജാഹിദുകളുടെ വിശ്വാസം. ഒരു പ്രയാസം പതറിപ്പോകില്ലേ? ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴത്തേന് ബേജാറാകുക, സമർപ്പണം വേറെ ആൾക്കാർക്ക്, പ്രത്യാശ നഷ്ടപ്പെടുക. എന്തൊരു ദുരന്തമാണ് ഈ സംഭവിച്ചത് സഹോദരങ്ങളെ. ഇരുട്ടിനെ കണ്ടാൽ പേടിക്കുന്ന വർഗം. മനുഷ്യന് തിന്നൊന്നുമില്ലല്ലോ. ഇരുട്ടത്ത് കുടുങ്ങിയാൽ പോലും അള്ളാഹുവിൽ സമർപ്പിച്ചും കൊണ്ട് നേരം പുലരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരം പുലരുന്നതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ മറ്റുള്ളവരിലേക്ക് സമർപ്പിക്കുന്ന, മറ്റുള്ളവരോട് പ്രത്യാശ പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. തൗഹീദ് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഖൈറും ഷർറും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷേ ഇസ്ലാമിന്റെ വേഷം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ ആദർശം അറിയാത്ത കുറെ ആൾക്കാർ. ഇതല്ലേ സംഭവിച്ചത്? ഇരുട്ടത്ത് വഴിയറിയാതെ നട്ടം തിരിഞ്ഞാൽ നേരം പുലരുന്നത് വരെ അവിടെ ഇരിക്കുക എന്നുള്ളൊരു സന്മനസ്സുണ്ടല്ലോ. നേരം പുലരേ, അപ്പം വഴി കാണുമല്ലോ. അതിന് വരെ ക്ഷമല്ല. അപ്പോഴത്തിന് ബേജാറായി. അള്ളാഹുവിനെ വിട്ടും കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക്, ജിന്നുകളിലേക്കും മലക്കുകളിലേക്കും അഭയം തൊടുന്ന, പ്രതീക്ഷയർപ്പിക്കുന്ന, അവരിൽ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ കൂടിയ ശിർക്കിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. ഇത് തന്നെ മനസ്സിലാക്കാൻ ഒരു 10 ക്ലാസ് ആ മനുഷ്യനെ ഒന്നും ചെയ്യാൻ സാധിക്കൂല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ആർക്കും എന്തില്ല? സമർപ്പണ ബോധമില്ല, ശുഭാപ്തി വിശ്വാസവുമില്ല റബ്ബിൽ. അതാ സംഭവിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ വിശ്വാസം കല്ല, അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ടോ നിങ്ങളാരും. ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവനൊരു മാർഗം കാണിച്ചു തരും. ഈ തവക്കുൽ, ഈ ശുഭപ്രതീക്ഷ നമ്മളിൽ എന്നും ഉണ്ടാകണം. എനിക്കൊന്നും യാതൊരു ബേജാറും കാര്യത്തിൽ വന്നിട്ടില്ല. മടവൂരിനെ ഒരു സൈഡാക്കി, പിന്നെ നമുക്കും പ്രായം കുറേ കൂടി, അങ്ങനെയൊക്കെ ആണെങ്കിലും ജിന്നിനെ ഇറക്കുക എന്നുള്ളതിൽ ഒരു ബേജാറും തോന്നിയിട്ടില്ല. അതിനുവേണ്ടി ആദ്യം തന്നെ ഇറങ്ങിയൊരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് എമ്പാടും കിട്ടുകയും ചെയ്തു. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരുപാട് തെറ്റുകൾ അവർ ഏറ്റെടുത്തുകയും ചെയ്തു. കുറേ കാലം എൻ്റെ പുറത്തായിരുന്നു. എന്നെ മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരും, എൻ്റെ കൂടെ നിൽക്കുന്നവരും എൻ്റെ എതിരാളികളും എല്ലാവരും. ഇതിനെ പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം പോട്ടേന്ന്. ഇടക്കിടക്കൊക്കെ ഒന്ന് കഴുകണ്ടേ? എന്തായാലും നല്ല സോപ്പിട്ട് ചകിരിത്തുപ്പെടുത്ത് ഒരച്ച് കുളിച്ചാൽ തടി പോകൂല, തൊലി പിന്നെ ചളിയേ പോവുള്ളൂ. ആ ചളി പോക്കാൻ ഇറങ്ങിയാൽ നന്നായിട്ട് അവിടെ യുവാക്കളൊക്കെ അവിടെയാണ്.
ആ ബേജാറുണ്ടാകാൻ പാടില്ല. റബ്ബിന്റെ ദീനാണ്, അതിൽ മായം കലരുന്നത് കാണുമ്പോൾ അത് ഉറക്കെ പറയാനും മനസ്സിലാക്കി കൊടുക്കാനും എല്ലാവരും മുന്നോട്ട് വരണം. നമ്മൾ നടത്തുന്ന ദഅ്വാ പ്രവർത്തനങ്ങളിൽ തൗഹീദിന് ഊന്നൽ കൊടുക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുക, ക്ഷീണിതനായി റസൂലും സഹാബത്തും ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഒരു മരച്ചുവട്ടിൽ അതിൻ്റെ തണലിൽ അവരിരുന്നു. ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാള് ആ മരക്കൊമ്പിൽ തൂക്കിയിട്ട് ഇരുന്ന സന്ദർഭത്തിൽ ഒന്ന് മയങ്ങിപ്പോയി. ആ മയങ്ങിയ തക്കം നോക്കി ഇസ്ലാമിന്റെ കൊടിയ ശത്രു ആ വാളെടുത്ത് റസൂലുള്ളാഹിനെ തട്ടി വിളിക്കുകയാണ്. മുഹമ്മദ്, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. മൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ തടയാൻ ആരുണ്ടോ ഈ ലോകത്ത്? ഞാൻ നിന്നെ വെട്ടാൻ പോവാ, കൊല്ലാൻ പോവാ, ആര് രക്ഷിക്കും നിന്നെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. യാതൊരു ഭാവപകർച്ചയുമില്ല. അദ്ദേഹം സമർപ്പിച്ചാണ് അവിടെ ഇരുന്നത് റബ്ബിൽ. അദ്ദേഹത്തിന് ശുഭപ്രതീക്ഷയുണ്ട്, രക്ഷപ്പെടും എന്നുള്ള. അദ്ദേഹം ആരെയും ചിന്തിച്ചില്ല, ആരെയും നോക്കിയില്ല, മറ്റാരെയെങ്കിലും വിളിച്ചു തരാൻ വേണ്ടി അദ്ദേഹം അന്വേഷിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഒരു മറുപടി കൊടുത്തു. എൻ്റെ റബ്ബ് അല്ലാഹു, അവൻ നിന്നിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തും. ശുഭാപ്തി വിശ്വാസമാണത്. അത് കളഞ്ഞു പോയാൽ പിന്നെ ആത്മഹത്യയിലേക്കും മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും ശിർക്കിലേക്കും ശൈഖന്മാരിലേക്കും തങ്ങന്മാരിലേക്കും കബറാളികളിലേക്കും ഒക്കെ നമ്മൾ എത്തിപ്പെടും. ആ നിൽക്കുന്ന അവിടെ നിൽക്കണം നമ്മൾ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അല്ലാഹു തആല രക്ഷപ്പെടുത്തും. അബദ്ധവശാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീഴുകയാണ്. ആ വാളെടുത്തും കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. മൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് ആര് നിന്നെ രക്ഷപ്പെടുത്തും? അയാളുടെ മറുപടി, മുഹമ്മദേ, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെടുത്തി എന്നല്ലാതെ വേറെ ആർക്കും നിങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി പറയാ, എന്നാൽ നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങളെ വധിക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിലില്ല. അദ്ദേഹം തൻ്റെ ഗോത്രത്തിൽ പോയിട്ട് പറഞ്ഞത്, ഞാൻ ലോകത്ത് വെച്ച് ഏറ്റവും മുന്തിയ മഹാനായ ഒരു മനുഷ്യനെ കണ്ടു, അദ്ദേഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ്. കണ്ടോ? അപ്പൊ റസൂലുള്ളാഹിക്ക് ഭാവപകർച്ചയില്ല. ഇന്നിപ്പോ ഇരുട്ടായാൽ പേടിയായി, കുട്ടികളെ പേടിച്ചോളി നോളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ആരില്ല ഇത്? നമ്മുടെ പ്രസ്ഥാനത്തിലായത്. വെള്ളത്തിൽ വീണാൽ പഠിച്ചോനെ പേടിയാ വെള്ളം പിന്നെ അല്ലാഹു തആല തടിയെടുക്കും. പിന്നെ വെള്ളത്തിന് രക്ഷപ്പെടുത്താൻ ജിന്നിനെ സാധിക്കുള്ളൂ. സമർപ്പണ ബോധം, ശുഭാപ്തി വിശ്വാസം രണ്ടും നഷ്ടപ്പെട്ടു പോയി. ഒരു വലിയ ദുരന്തമാണ് ആദർശത്തിൽ നമുക്ക് സംഭവിച്ചത്. ഒരുപാട് നല്ല മക്കളതിൽ പെട്ടുപോയി, അതിലാ സങ്കടം. അല്ലാത്തവര് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിനെ തകർക്കുവാൻ വേണ്ടി ഏതോ ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാ. അവർ നന്നാവൂല. പക്ഷെ കുടുങ്ങിപ്പോയ കുട്ടികള്, അവരുടെ ഭാവി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ മക്കളെ വരെ നമ്മൾ ശ്രദ്ധിക്കണം. അവരെന്തായാലും ശരിയാവൂല. ഈ കുട്ടികൾ, നിഷ്കളങ്കരായ കുട്ടികളെ കൊണ്ടുപോയി ഫാൻസാക്കി മാറ്റിയിട്ട് ഏത് നരകത്തുക്കും ഞാൻ വിളിച്ചാൽ പോരും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച, ഒരു ദുരന്തം സംഭവിച്ച വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള ദൗർഭാഗ്യം സിദ്ധിച്ചവരാ നമ്മൾ. സൗഭാഗ്യമല്ല സഹോദരങ്ങളെ, അത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളൊക്കെ അത് ആ ചരിത്ര ഭൂമി കണ്ടവരും സാക്ഷ്യം വഹിച്ചവരുമാണ്. നമുക്കറിയാം, മക്കത്ത് ചെന്നാൽ ജബൽ-നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ ഉച്ചിയിൽ ഹിറാ ഗുഹയുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഗാർ സൗറുണ്ട്, സൗർ ഗുഹ. അവര് മദീനത്തേക്ക് പലായനം ചെയ്യുന്ന വഴി അവർക്ക് ഒളിച്ചിരിക്കാൻ കണ്ടെത്തിയ ഗുഹ. ഗുഹയൊന്നുമല്ലത്, ചെറിയൊരു മാളം എന്നേ പറയാൻ പറ്റുള്ളൂ. രണ്ടുപേരും കയറി അതിലിരിക്കുകയാണ്. ഖുറൈശി കിങ്കരന്മാർ, പ്രമുഖന്മാർ അവരെ പിടികൂടാൻ വേണ്ടി പിന്നാലെ പാഞ്ഞു നടക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു, ഇസ്ലാമും തീർന്നു, റസൂലും തീർന്നു. അതിനുവേണ്ടി വരുന്ന മുശ്രിക്കീങ്ങൾ ആ ഗുഹന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന രംഗം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. നളർതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ, നളർതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ.
ഞാൻ മുശ്രിക്കീങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് നോക്കി. വനഹ്നു ഫിൽ ഗാർ, ഞങ്ങൾ ഗുഹന്റെ ഉള്ളിലാ. അവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പം കാൽപാദങ്ങൾ കാണാൻ മുകളിൽ സഹോദരങ്ങളെ. ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലഅബ്സറനാ, അവരിൽ ആരെങ്കിലും ഒരാൾ അവരുടെ കാൽപാദങ്ങളിലേക്ക് താഴോട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലഅബ്സറനാ, നമ്മളെ കാണുമല്ലോ റസൂലേ. അബൂബക്കർ സിദ്ദീഖിനെ കാണുന്നതിൽ സങ്കടമില്ല, അദ്ദേഹത്തെ വധിക്കുന്നില്ല, അദ്ദേഹത്തിന് പ്രയാസമില്ല. താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വധിക്കുമെന്നല്ലോ എന്നുള്ള ബേജാറ് കൊണ്ട്, സങ്കടം കൊണ്ട് അതേ ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ കാണുമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും കാണുമല്ലോ. അവരാരെങ്കിലും അവരുടെ കാൽപാദങ്ങളിലേക്ക് താഴോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണുമല്ലോ റസൂലേ. റസൂലുള്ളാഹിക്ക് ഒരു കുലുക്കൂല. അദ്ദേഹം ഏതവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം സർവസ്വവും സർവലോക രക്ഷിതാവായ തമ്പുരാനെ സമർപ്പിച്ചവനാണ്. അദ്ദേഹത്തിന് ശുഭപ്രതീക്ഷയുണ്ട്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനോ ഇല്ലായിട്ടല്ല, വലത് സംഭവിക്കുമോ എന്നുള്ള ബേജാറിൽ അദ്ദേഹം റസൂലിനോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാത്തൊരു വാചക. മാ ലന്നുക യാ അബൂബക്കറിൻ ബിസ്നൈൻ, മാ ലന്നുക യാ അബൂബക്കറിൻ ബിസ്നൈൻ, എന്തു ഭാവിച്ചാണ് അബൂബക്കർ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ നമ്മൾ രണ്ടാള് എന്ന് പറയുന്നത്? നമ്മൾ രണ്ടുപേരല്ല, അല്ലാഹു സാലിസുഹുമാ, ആ രണ്ടാളുടെ കൂട്ടത്തിൽ മൂന്നാമനായി അല്ലാഹു ഉണ്ട്. ആ റബ്ബ് പോരാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നത്, അവനിൽ സമർപ്പിച്ചാണ് നമ്മൾ ഇറങ്ങിയത്, അവനിൽ നമ്മൾ ശുഭപ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളല്ല, മൂന്നാളാണ്, നമുക്കൊന്നും സംഭവിക്കൂല. ആ ശുഭാപ്തി വിശ്വാസം നമുക്കെല്ലാവർക്കും വേണം. പലരും നമ്മളെ പേടിപ്പിച്ചു നോക്കും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും മറ്റാക്കും. തൗഹീദ് ഉണ്ടോ ഒരു കുലുക്കും ഉണ്ടാവില്ല. ആ പേടിപ്പിച്ച ആൾക്കാരും അല്ലാണ്ട് പോകും. ഒരു നിലക്കും ഇത്തരം വിഷയങ്ങളിൽ ഒരു പതർച്ച നമുക്കുണ്ടാകുമ്പോൾ സംശയം ഉണ്ടാകാൻ പാടില്ല. ഒരു ജിന്നും നമ്മളൊരു ചുക്കും ചെയ്യൂല, വെറുതെ തോന്നുകയാണ് അതൊക്കെ. അങ്ങനെ ഉറച്ച വിശ്വാസികളായ സമർപ്പണ ബോധമുള്ള മുസൽമാനെ മനസ്സു മാറ്റിയിട്ട് എന്തു കണ്ടാലും പേടിക്കുന്ന ഒച്ച കേട്ട പേടിക്കുക. തൊട്ടടുത്തൊരു ശബ്ദം കേൾക്കുന്ന, ആളെ കാണുന്നില്ല. ആളെ കാണണ്ട, ആർക്കപ്പന് ബേജാറ്? പിന്നെ അത് ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള തിരിഞ്ഞു നോട്ടം, വല്ല മലക്കോ ജിന്നോ, എന്തിനാണ് ഈ അനാവശ്യ ചിന്ത? അതൊരു ശബ്ദം കേട്ടു, എന്താ പല ശബ്ദങ്ങളും കേൾക്കാറില്ലേ? അപ്പൊ പേടിച്ചു. ഇപ്പൊ കുട്ടികൾക്കൊക്കെ നട്ടപ്പിരാന്ത് അങ്ങക്കറിയില്ല. എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പിരാന്താണ്. പറഞ്ഞ് ക്ലാസ് എടുത്ത് പേടിപ്പിച്ച് എല്ലാം പേടിയായി. ഇതൊരു സങ്കടം. എത്ര ആൾക്കാരാണ് കരഞ്ഞും കൊണ്ട് സങ്കടം പറയുന്നത് നിങ്ങൾ? പ്രതീക്ഷയോടുകൂടി മക്കളെ പഠിപ്പിച്ചു, വലിയ മാർക്ക് കിട്ടി, അവർക്ക് മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പ്രവേശനം കിട്ടി. ആ മക്കള് ഇന്ന് വേറൊരു ലോകത്താ. അവരിതൊന്നും പഠിക്കുന്ന പണിയൊന്നുമല്ല. എല്ലാം ഒരുതരം മാനസിക രോഗികള്, ഭ്രാന്തന്മാരാക്കിയിട്ട് അക്ഷരജ്ഞാനമില്ലാത്ത ഈ സമുദായത്തിൽ വന്നും കൊണ്ട് ഇഖ്റ കൊണ്ട് തുടങ്ങിയ ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അക്ഷരം പഠിക്കണം, എഴുത്തും വായനയും പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് ആട്ടും തുപ്പും തെരുവിളിയും ഏറ്റുവാങ്ങിയ ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിനേക്കാളും അന്ന് നമ്മളെ കല്ലെറിഞ്ഞവരിപ്പോൾ എത്തി. നമ്മളിപ്പോൾ ഇവിടെ ആ പഴയ അവസ്ഥയിലേക്ക്. സങ്കടം, ദുരന്തം സഹോദരങ്ങളെ. ആ ശുഭപ്രതീക്ഷ റസൂലുള്ളാഹിക്ക്. നിങ്ങൾ എന്താ വിചാരിച്ച് രണ്ടാളല്ല നമ്മൾ 3 പേരാണ് എന്ന് പറഞ്ഞ സംഭവം സഹോദരങ്ങൾ നമുക്ക് ഊർജം പകരണം. ഇന്ന് അത്തരമൊരു രംഗം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്. അതല്ലെങ്കിൽ പങ്കാളികളിലേക്ക് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാശി പിടുങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളക്കറാമത്ത് കച്ചവടക്കാർ ജീവിക്കുന്ന ഒരു കാലമാണിത്. അവരിലേക്ക് അഭയം തേടിയിട്ട് അവരിൽ നിന്ന് മാർഗം സ്വീകരിക്കുന്ന അവസ്ഥ. ഖുറാഫികള് കൊച്ചു കേരളത്തിൽ നടത്തിയ സന്ദർഭത്തിൽ അവരുടെ മുഖം മൂടി വലിച്ചു കീറിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പുരോഹിതന്മാരും അന്യായമായി മനുഷ്യരുടെ പണം കട്ടുതിന്നുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കാർക്കും ഒരു കറാമത്തുമില്ല.
ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലുന അംവാലൻ നാസ് ബിൽ ബാത്തിൽ. ജനങ്ങളുടെ സ്വത്തുക്കള് പറ്റിക്കാൻ വേണ്ടി വരുന്ന കള്ളക്കറാമത്ത് കച്ചവടക്കാരാണ്. ഇവനൊന്നും ഒരു ഭാവിയും പ്രവചിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറക്കെ പ്രസംഗിച്ചതിന്റെ ഫലമായിട്ട് മുഖത്തടി കിട്ടിയിട്ട് ഇളകിയ പല്ല് പുറത്തേക്ക് തുപ്പിയിട്ട് ആ വിഷയം പഠിപ്പിച്ച ചരിത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്. ഇന്ന് അതിൻ്റെ മക്കളുടെ മക്കള് ചെല്ലുന്നത് ഇവരുടെ ചികിത്സയിലേക്കാണ്. എന്തേ കാരണം? അർപ്പണബോധം നഷ്ടപ്പെട്ടു, ശുഭപ്രതീക്ഷ ഇല്ലാതെയായി. ഇതല്ലേ സഹോദരങ്ങളെ സംഭവിച്ചത്? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തൊരു പ്രയാസം, ദുരിതം, കട്ടപ്പാട്, നഷ്ടം എന്തു സംഭവിച്ചാലും വേണ്ടിയില്ല, അതിനൊക്കെ അവന് പ്രതിഫലമുണ്ട് റബ്ബിന്റെ പക്കൽ നിന്ന് എന്നുള്ള വിശ്വാസമായിരുന്നു മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ നടത്തിയത്. വിശ്വാസം പഠിപ്പിച്ച സംഗതിയാണ്. എന്ത് വസബുണ്ടായാലും, എന്തുണ്ട്, ഒരു മുള്ളു കൊണ്ടാൽ പോലും റബ്ബിൻ്റെ അടുത്ത് നിനക്ക് കൂലിയുണ്ടല്ലോ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ, ഒരു സംഘത്തെ, ഒരു സംഘടനയെ എല്ലാം പേടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി സഹോദരങ്ങളെ. ഉഹദ് യുദ്ധം വല്ലാത്തൊരു സംഭവമാണത്. ആ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ പട്ടാളക്കാരെ വിളിച്ചും കൊണ്ട് ഒരു സംഘം അമ്പെയ്ത്തുകാരെ ചെറുകുന്നിന്റെ മുകളിൽ നിർത്തി. താഴെ യുദ്ധം ജയിക്കട്ടെ പരാജയപ്പെടട്ടെ, നിങ്ങൾ ആ കുന്നിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. ജയിച്ചാലും നിങ്ങൾ ഇറങ്ങരുത്, തോറ്റാലും ഇറങ്ങരുത്, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. യുദ്ധതന്ത്രമാണത്. പോയാൽ എല്ലാവർക്കും കാണാം ചെറുകുന്ന്. യുദ്ധം നമ്മൾ വിജയിച്ചു. അപ്പോ ഈ പട്ടാളക്കാര് റസൂലുള്ളാഹിന്റെ വാക്കിനെ വ്യാഖ്യാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഉദ്ദേശം ഇറങ്ങരുത് എന്നല്ല, ജയിച്ചു എന്ന് ഉറപ്പായാൽ ഇറങ്ങാന്നല്ല. നമ്മളിവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും ഗനീമത്ത് സ്വത്തുക്കൾ വാരിക്കൂട്ടല്ലേ, അങ്ങനെയായിരിക്കുമെന്ന് വ്യാഖ്യാനിച്ചു അവർ താഴോട്ടിറങ്ങി. ആ തക്കം നോക്കി സഹോദരങ്ങളെ അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു വന്നു. ഘോരമായ യുദ്ധം നടത്തി. മുസൽമാന് ആൾനാശമുണ്ടായി, പരാജയം സംഭവിച്ചു. വല്ലാത്തൊരു രംഗാണത്. അത് കഴിഞ്ഞ് സഹോദരങ്ങളെ അവര് അബൂ സുഫിയാനും കൂട്ടരും അടുത്ത വർഷം നമുക്ക് ബദറിൽ കാണാം. നമ്മുടെ നാട്ടിൽ കാളൂട്ട് വിളിക്കണമാരെ യുദ്ധം വിളിക്കല് ഇവര്. അടുത്ത വർഷം നമുക്ക് ബദറിൽ വെച്ച് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെല്ലുവിളി സ്വീകരിച്ചു. അടുത്ത വർഷം ആ സമയമായപ്പോഴത്തേക്ക് മക്കാ മുശ്രിക്കീങ്ങൾക്ക് അന്ന് വരെ ഉണ്ടാകാത്ത ക്ഷാമകാലം, ഭയങ്കര പ്രയാസ, സാമ്പത്തിക പ്രതിസന്ധി. ഒരു സൈന്യത്തെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു. പക്ഷേ തോറ്റു പിൻവാങ്ങുക എന്നുള്ളത് അബൂ സുഫിയാന്റെ ചരിത്രത്തിൽ ഇല്ലതാനും. വലിയ തന്ത്രജ്ഞനാണ് അദ്ദേഹം. നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു. ഇന്നത്തെ മതിയുള്ള സംവിധാനമൊന്നുമില്ല, വാട്സപ്പും മറ്റൊന്നും ഇല്ലാത്ത കാലല്ലേ. ഈ നുഐം ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, നുഐമേ, നിങ്ങൾ മദീനത്ത് പോകണം. എന്തിനാ? എന്നിട്ട് എൻ്റെ സൈന്യത്തെ സംബന്ധിച്ച് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളണം. അമ്പരന്ന് പോകണം മുഹമ്മദും കൂട്ടരും. അങ്ങനത്തെ സൈന്യമാണ് ഞാൻ സംഘടിപ്പിച്ച് വെച്ചത് എന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അവരെ പേടിപ്പിക്കണം, അവരെ ചിന്തിപ്പിക്കണം, അവരെ പിന്തിരിപ്പിക്കണം. ഇയാൾ ഭയങ്കര വിദഗ്ധനാ കാര്യത്തിൽ. നുഐം ഇബ്നു മസ്ഊദ് അദ്ദേഹം നേരെ മദീനത്തേക്ക് പോയി. അവിടെ ചെന്ന് പറയാൻ തുടങ്ങി, അബൂ സുഫിയാന്റെ സൈന്യം എന്താണെന്നറിയാം. ആ സൈന്യം എങ്ങാനും വന്നു കഴിഞ്ഞാൽ മുഹമ്മദുമില്ല, ഇസ്ലാമുമില്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു സൈന്യമാണ് വരുന്നത്. ഇത് കേട്ടോര് ഇങ്ങനെ പറയാൻ തുടങ്ങി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് സന്ധിക്ക് ചെല്ലണം, ചർച്ചയ്ക്ക് ചെല്ലണം, അല്ലെങ്കിൽ പിൻവാങ്ങണം, അല്ലെങ്കിൽ കീഴൊതുങ്ങണം. അതിനു വേണ്ടിയിട്ട് അബൂ സുഫിയാൻ എടുത്തൊരു തന്ത്രമാണ് സഹോദരങ്ങളെ. ആ തന്ത്രം പൊളിച്ച രംഗം പരിശുദ്ധ ഖുർആൻ വർണ്ണിച്ചത് ഹൃദയസ്പർശിയാണ്. അത്ര ഏത് അറബി ഭാഷ കുറച്ചറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ആയത്താണത്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ചങ്ങായിമാരെ, എല്ലാവരും നിങ്ങൾക്കെതിരാണ്. അല്ലദീന ഖാല ലഹുമുന്നാസ്,
ഒരു കൂട്ടം ആൾക്കാർ അവരോട് വന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ പറയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വകവരുത്താൻ വേണ്ടി, നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഒറ്റക്കെട്ടാണ്. അത്ര വലിയൊരു സൈന്യമാണ് വരാൻ പോകുന്നത്. ആ സൈന്യമെങ്ങാനും ബദറിലെത്തിക്കഴിഞ്ഞാൽ ഇസ്ലാമില്ല, ആദർശമില്ല, നബിയില്ല, സ്വഹാബത്തില്ല. അങ്ങനെ ഇയാൾ പറഞ്ഞു നടക്കാൻ വല്ലാത്തൊരു കഴിവുള്ള മനുഷ്യനാണ് ഈ ചങ്ങാതി. അത് കേട്ടപ്പോ വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാ കിറാമിന്റെയും ചിന്താ മണ്ഡലത്തിൽ ഒരു നിമിഷം പോലും വന്നിട്ടില്ല. അവർക്ക് സമർപ്പിക്കാൻ അല്ലാഹുണ്ട്, അവർ പ്രതീക്ഷ അർപ്പിക്കാൻ അല്ലാഹുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. എല്ലാവരും വന്നിട്ട് ഒരേ കാര്യം പറയുന്നത്, ഭയങ്കര സൈന്യമാണ്, ഭയങ്കര സൈന്യമാണ്. ഇന്നത്തെ നമ്മളെ കുട്ടിയോടാ പറഞ്ഞേച്ച അപ്പം തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഏതെങ്കിലും മുസ്ലിം ഹാദിറും ഖാദിറുമായ വല്ല ജിന്നും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ, അബൂ സുഫിയാനെ ശരിയാക്കാൻ വരികയാണ്. ഈ ഒരു ചിന്ത എവിടുന്ന് കിട്ടി നമുക്കിത്? സങ്കടം ആലോചിച്ചാൽ ഈ പ്രസ്ഥാനത്തിൽ ഉള്ള മക്കൾക്കാണല്ലോ ഈ പിഴവ് സംഭവിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ സങ്കടപ്പെടാതിരിക്കാൻ സാധിക്കൂല. ഈ ചരിത്രങ്ങൾ മുഴുവൻ ആഴ്ചകളും മാസങ്ങളും വിശദീകരിച്ചാൽ തീരാത്ത ചരിത്രങ്ങള്, സമർപ്പണത്തിന്റെയും ശുഭപ്രതീക്ഷയുടെയും ചരിത്രങ്ങള് നമ്മുടെ മുമ്പിലുണ്ട്. ഈ കുട്ടികളതൊന്നും പഠിപ്പിച്ചിട്ടില്ല സഹോദരങ്ങളെ. ഫഖ്ശൗഹും, അവരെ പേടിച്ചോളി, തമാശയാക്കണ്ട. ഇത് കേട്ടിട്ട് സ്വഹാബത്തിന് ഒരു കുലുക്കുമില്ല, റസൂലിനും സ്വഹാബത്തിനും ഒരു കുലുക്കുമില്ല. ഇതൊക്കെ പറഞ്ഞിട്ടും മറിച്ച് എന്താ സംഭവിച്ചത്? ഫസാദഹും ഈമാന, ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ 10 മടങ്ങ് വർദ്ധിച്ചു. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈമാൻ വർദ്ധിക്കുക എന്നുള്ളത് അതായിരിക്കണം മുസൽമാന്റെ അടയാളം. ഇതിരട്ടത്ത് കുടുങ്ങിയാൽ വരെ ബേജാറാകണി, അത് ഖൗമായി മാറി. പ്രയാസവും പ്രതിസന്ധിയും നേരിടുമ്പോൾ ഉള്ള ഈമാൻ 10 ഇരട്ടിയായിട്ട് പുറത്തേക്ക് വരുന്ന അവസ്ഥ. ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, വഖാലു, അവർ ഒന്നടങ്കം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതിയടോ. അവനിൽ അർപ്പിച്ചും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്, അവനിൽ ശുഭപ്രതീക്ഷ അർപ്പിച്ചും കൊണ്ടാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. നിങ്ങളുടെ വർത്താനം ഓലപ്പാമ്പൊന്നും ഞങ്ങൾ പേടിക്കൂല. അബൂ സുഫിയാൻ വരാൻ പറയും, ഞങ്ങൾ ഒറ്റക്കല്ല, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമൻ. അവനിൽ ശുഭപ്രതീക്ഷ അർപ്പിച്ചും കൊണ്ട്, ഭരമേൽപ്പിച്ചും കൊണ്ട് ആണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. മറിച്ച് ആരെങ്കിലും പറയുന്ന ഓലപ്പാമ്പ് കേട്ടുകൊണ്ട് പേടിക്കുന്നവരല്ല ഞങ്ങള്. വരട്ടെ, ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഇതായിരുന്നു കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര. എന്തെല്ലാം അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞു പോയി. ഇപ്പോഴുള്ള കുട്ടിയൊക്കെ അത് അറിയില്ലല്ലോ. ഇവരുണ്ടായപ്പോഴുള്ള മാതിരി തന്നെ പണ്ടേ മുജാഹിദ് പ്രസ്ഥാനം എന്നാണ് മനസ്സിലാക്കിയത്. എന്തൊക്കെ സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്, എന്തൊക്കെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അതൊക്കെ അറിയാത്ത കുട്ടികളെ സംഘടിപ്പിച്ചും കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേന് ഷിർക്കിന്റെ അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ ഇതാ, ഇനി അള്ളാനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അവനിൽ സമർപ്പിച്ചിട്ട് കാര്യമില്ല, അവനിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമില്ല, ഇനി വല്ല ജിന്നോ മലക്കോ. എന്ത് ലാഭം കിട്ടിയ ആൾക്കാർക്ക്. ഞാനിപ്പോൾ മക്കത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു വലിയ ആളെ കണ്ട് അവിടെ ഇങ്ങനെ നടക്കുകയാണ്, ഗേറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. സങ്കടം തോന്നിപ്പോയി. ഞാൻ ഏതാണ്ട് ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നുണ്ട്, 5-6 വർഷം. അന്ന് ഇയാൾ മാത്രം അവിടെ പണിയെടുക്കുന്നത്. ഞാൻ അബ്ദുറഹ്മാൻ സലഫിയും ഇവിടെ ഒരു സന്ദർശനം നടത്തിയിരുന്നു. അന്ന് റിയാദിൽ ചെന്നപ്പോൾ അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്, ജിദ്ദയിൽ വന്ന് ജിദ്ദയിൽ കുഴപ്പമുണ്ട്. ഈ മനുഷ്യൻ അതൊക്കെ ഫസാദ് ഉണ്ടാക്കുന്നത് ഷിർക്കിലേക്ക്. ഏറ്റവും അധികം തൗഹീദ് പറഞ്ഞു കൊടുത്തത് ആ മനുഷ്യൻ തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ റിയാദിലൊരു ക്ലാസ് നടത്തി, ജിദ്ദയിലും നടത്തി. ആദ്യമായിട്ട് ജിന്നെന്താന്ന് പറഞ്ഞു കൊടുത്തൊരു ക്ലാസ്സാണത്. അന്ന് ഞാൻ ആ മനുഷ്യനെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇപ്പം ചെയ്യുന്നത് പോലെ ഈ തൗഹീദ് പ്രസംഗിക്കുക, ഷിർക്കിനെ എതിർക്കുക. അങ്ങനെ നീ മുന്നോട്ട് പോയാൽ അള്ളാഹ് നിനക്ക് സ്വർഗ്ഗമല്ലാതെ വേറൊന്നും തരൂല. ഈ ഫസാദുമായി പോയാൽ നിന്റെ സ്വർഗം നഷ്ടപ്പെടും, നരകത്തിന്റെ ആളായി മാറേണ്ടി വരും. പറയാൻ തോന്നിയത് അങ്ങനെ തന്നെ ആരോടും പറയുന്ന ആളായ.
അത് പിന്നെ മറച്ചു വെച്ചിങ്ങനെ നടക്കാൻ എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാ, ഇല്ല സർ അങ്ങനെയൊന്നുമില്ല, അത് നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് തോന്നിയതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യരാ പിന്നീട് ഈ ശിർക്കുമായിട്ട് മുന്നോട്ട് വന്നത്. ഇന്നിപ്പോൾ ആരുമില്ല, കാവ് പോയ ചെകുത്താൻ്റെ പോലെ. ചെയ്താൻ ഇരിക്കാനൊരു കാവ് വേണ്ടേ? ഒന്നുമില്ല, അങ്ങനെ നടക്കുകയാണ്. അനുയായികൾ ഇങ്ങനെ ഓരോന്ന് അതിലിതിലൊക്കെ പോവുകയാണ്. ഇതൊരു സങ്കടം. ഇപ്പം മക്കത്തുണ്ട്, അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് കാണണമെന്ന് എന്നോടും പറഞ്ഞു. എനിക്കൊരുപാട് കാര്യമൊന്നും പറയാനില്ല. നന്നായിക്കോ, നിനക്ക് രക്ഷയുണ്ടെന്നൊരു വാക്ക് പറയട്ടെ, ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നന്നായിക്കോട്ടെ. അപ്പൊ ആരാണ് മുസൽമാൻ? ആ മുസൽമാന്റെ സർവ ശക്തിയും ശേഖരിച്ചു വെച്ച് കേരളത്തില് ദഅവത്ത് നടത്തിയ ഒരു മനുഷ്യന് എത്തിപ്പെട്ടത് മക്കത്തെ പള്ളിന്റെ ഡോർ, ഈ ഡോറിൽ കയറി അങ്ങോട്ട് കയറി ഇങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യൻ നടക്കുക. അള്ളാന്റെ ശിക്ഷ തുടങ്ങുകയാണ്. ഇതൊന്നും നിക്കൂല സഹോദരങ്ങളെ. ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഖന്തഖ് യുദ്ധം പോയി കണ്ടു നിങ്ങൾ? ഖന്തഖ് യുദ്ധം, അതിന്റെ മുകൾ ഭാഗത്തൊക്കെ മൂർത്ത കല്ലുകളാണ്. അതിലൂടെ ആർക്കും സഞ്ചരിക്കാൻ സാധിക്കൂല, ഒട്ടകത്തിന് വരാൻ സാധിക്കൂല, കുതിരപ്പടക്ക് വരാൻ സാധിക്കൂല. താഴ്ഭാഗത്ത് വലിയ കിടങ്ങ് കുഴിച്ചുണ്ടാക്കുകയാണ് സ്വഹാബത്ത്, പട്ടാളക്കാര്. ഒരു കുതിര ചാടിയാൽ എത്താത്ത വീതിയിൽ ആഴത്തിൽ പാവപ്പെട്ട സ്വഹാബത്ത് പട്ടിണി കിടന്നും കൊണ്ടാണ് കിടങ്ങ് കുഴിക്കുന്നത്. വിശക്കുന്നു എന്ന് ആവശ്യപ്പെട്ടും കൊണ്ട് കല്ല് കെട്ടിയത് കാണിച്ചു കൊടുത്തപ്പോൾ 2 കല്ലുകൾ വെച്ച് കെട്ടിയ റസൂലുള്ളാഹിനെ അവർ കണ്ടത്. അങ്ങനത്തെ പാവപ്പെട്ട സ്വഹാബത്ത് കുഴിച്ചുണ്ടാക്കിയ ഖന്തഖ്, ആ ഖന്തഖിന്റെ ചുറ്റുഭാഗത്തും ആരാ വന്ന് നിൽക്കുന്ന സഹോദരങ്ങളെ? ഖുറൈശി കൂട്ടം, കക്ഷികള്, എല്ലാവരും എതിര് സഖ്യകക്ഷികള് ചുറ്റുഭാഗം വന്ന് വളഞ്ഞു നിൽക്കുകയാണ്. മുസ്ലിം സൈന്യത്തിന്റെ കയ്യിൽ പരിമിതമായ വെള്ളമാണുള്ളത്, പരിമിതമായ പൊടിയാണുള്ളത്. ആ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പൊടി എങ്ങാനും തീർന്നു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കണം. ചുറ്റുഭാഗത്ത് ഇവരല്ലേ, എങ്ങോട്ടും പോകാനും വയ്യ. അള്ളാഹ്ക്കൊരു പണിയുണ്ട്. അങ്ങനത്തെ സമയത്ത് നമ്മുടെ ഈമാനെ പരീക്ഷിക്കുക. കുടുങ്ങിയ സമയത്ത് അള്ളാഹ് ഈമാനൊന്ന് നോക്കും. അല്ലാതെ അലിഫ് ലാം മീം അഹസിബന്നാസ് അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അള്ളാഹിന്റെ ചോദ്യമാണ്. ഞാനും മുഅ്മിന, ഞാനും മുജാഹിദാന്ന് പറഞ്ഞ് നടന്നാലേ ഒരു പരീക്ഷണവും അനുഭവിക്കാതെ സ്വർഗത്തേക്ക് പോയിക്കോന്ന് പറയുന്നതാണോ നിങ്ങൾ വിചാരിച്ചത്? നടക്കൂല. ഞാനത് പരീക്ഷിച്ച് മനസ്സിലാക്കുക തന്നെ ചെയ്യുന്നു. ആ പരീക്ഷണത്തിന്റെ സന്ദർഭമായിരുന്നു. ആ സമയത്ത് രക്ഷയില്ല എന്ന് തോന്നിയ സന്ദർഭത്തിൽ അല്ലാഹു തആല അവരെ പരീക്ഷിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഹുനാലികുബ്തുലിയൽ മുഅ്മിനൂൻ, ഹുനാലികുബ്തുലിയൽ മുഅ്മിനൂൻ. ആ സന്ദർഭത്തിൽ വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു, പേടിപ്പിക്കപ്പെട്ടു, ബേജാറാക്കിയവരെ. എന്താ കാരണം സഹോദരങ്ങളെ? വസുൽസിലു സിൽസാലൻ ശദീദ, വസുൽസിലു സിൽസാലൻ ശദീദ. നമുക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടാവും. രക്ഷയെല്ലാം നിങ്ങോട്ട് തോന്നുക, വിറപ്പിക്കുക. അല്ലാഹ് ഞാനെന്താണ്ട് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലില്ല. പിന്നെന്താ? ഒരു രക്ഷയില്ലാന്ന് തോന്നിപ്പിച്ചു. അങ്ങനെ തന്നെയാ ഖുർആൻ അവതരിപ്പിച്ചത്. പരീക്ഷിക്കപ്പെട്ടു, പിടിച്ചൊന്ന് കുലുക്കി, വിറപ്പിച്ചു. ഇവരെന്ത് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങളെ രക്ഷിക്കാൻ വല്ല ഹാദിറും ഖാദിറും മുസ്ലിമുമായ ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയുമെന്ന് നോക്കിയതാ. ഒരു കുട്ടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചിന്തിച്ചു പോലുമില്ല. അവർ ചിന്താ മണ്ഡലത്തിൽ അങ്ങനെ ഒരു സംഗതി വന്നിട്ടേയില്ല. ഇത് കേട്ടപ്പോ വൈദ് യഖൂലുൽ മുനാഫിഖൂൻ, കപടവിശ്വാസികൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. കൂട്ടത്തിൽ എങ്ങനെ ജയിച്ചാൽ നമുക്ക് ഗനീമത്ത് വാങ്ങാൻ പറഞ്ഞ് നടക്കണ കുറച്ച് എണ്ണം ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ട് നമ്മളെ കൂട്ടത്തിലിട്ടോ. ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത നട്ടലില്ലാത്ത അട്ടകൾ. പ്രസ്ഥാനത്തിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന് നിജസ്ഥിതി എന്താണ് എന്ന് ചിന്തിച്ചു പഠിക്കുന്നതിന് പകരം അതിലുണ്ടായാലും ഇതിലുണ്ടാവും, അതിലുണ്ടാവും ഇതിലുണ്ടാവും. അവസാനം കാര്യമൊക്കെ കുറെ ആൾക്കാരെ ഇടങ്ങേറാക്കി ശരിയാക്കി വരുമ്പോൾ ഇതാ ശരി നല്ല അയക്കാട് ചവിട്ടും. പിന്നെ ഓലായിരിക്കും തോന്നതിൽ കൊണ്ടെടുക്കണം. അജാതി കള്ളന്മാരാദ്യം അടിച്ചാട്ടണം. തീർന്ന് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇറങ്ങൂല, മുണ്ടാതെങ്കിൽ നടക്കും പേടിച്ചിട്ട്. എവിടേക്കാണ് ഇത് വരുന്ന ചായക്കമെല്ലാം കയറി നിന്നിട്ട് പിന്നെ ഓനായിരിക്കും ഇതിൻ്റെ ആള്. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്, ഓന്തിൻ്റെ പോലെ നിറം മാറുന്ന ആൾക്കാർ. നമുക്കതൊന്നും വേണ്ട. ആദർശത്തിന് കേടുപറ്റുന്നു എന്ന് തോന്നുമ്പോൾ ആർജവം കാണിക്കണം തിരുത്താൻ വേണ്ടിയിട്ട്.
മനസ്സിലായി? അങ്ങനത്തെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. കുറേ പുതുസ്ലാമികൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഗനീമത്ത് കിട്ടും എന്നൊക്കെ വിചാരിച്ച കുറച്ച് കള്ളന്മാരുണ്ടായിരുന്നു. ഇത് യഖൂലുൽ മുനാഫിഖൂൻ വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, കപടവിശ്വാസികൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഹൃദയത്തിൽ രോഗം ബാധിച്ചവർ, ഈമാൻ ശരിയാകാത്ത ആൾക്കാർ, അവരും പറഞ്ഞ സന്ദർഭം ഓർക്കുക. മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹുവും റസൂലും നമ്മളെ വഞ്ചിച്ചു എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. മുസ്ലിങ്ങളാവുക, മുഅ്മിനീങ്ങളാവുക, വിജയം നിങ്ങളുടെ പിന്നാലെയുണ്ട്, രക്ഷ നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ തുരുത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. എപ്പോഴാണ് നമ്മൾ വധിക്കപ്പെടുക എന്ന് പറയാൻ സാധിക്കുകയില്ല. എപ്പോഴാണ് ഈ വെള്ളം തീരുക എന്ന് പറയാൻ പറ്റുകയില്ല. എപ്പോഴാണ് ഈ ഭക്ഷണം തീരുക എന്ന് പറയാൻ പറ്റുകയില്ല. പറഞ്ഞു പറ്റിച്ചു അള്ളാഹും റസൂലും. സ്വഭാവം അങ്ങോട്ട് മാറി. ഇതുവരെ ഇതിൻ്റെ ആൾക്കാരെയാണ്. ഇപ്പം എന്തായി? അള്ളാഹു റസൂൽ നമ്മളെ പറഞ്ഞു ചതിച്ചു. ആ സമയത്ത് ഒരു പതർച്ചയുമില്ലാതെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് സർവസ്വവും സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ച ഒരു കൂട്ടം സ്വഹാബത്ത്, ഒരു കൂട്ടം പട്ടാളക്കാർ, അവരെ കണ്ട് മറ്റൊരു അത്ഭുതപ്പെട്ടു പോയി. ഇവർക്ക് യാതൊരു ബേജാറുമില്ലല്ലോ. അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ വധിക്കപ്പെടും, എന്നിട്ട് പോലും ഇവർക്കൊരു കുലുക്കൂല്ലല്ലോ. ആരാണവര്? വിശ്വാസികൾ സഖ്യകക്ഷികളെ കണ്ടപ്പോൾ, മുസ്ലിം സൈന്യത്തെ വളഞ്ഞു നിൽക്കുന്ന സഖ്യകക്ഷികളെ മുഅ്മിനീങ്ങളായ ആൾക്കാർ കണ്ടപ്പോൾ ഖാലു, അവർ കൊടുത്തൊരു മറുപടി ഉണ്ട്. അതാണ് അർപ്പണബോധം, അതാണ് ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത്. ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു, ഇത് അള്ളാഹു നമ്മുടെ വഅദ ചെയ്ത കാര്യമാണ്. അള്ള കരാർ ചെയ്തതാ. മുസ്ലിമാന്നും പറഞ്ഞാണ് ചെന്നാൽ നേരെ സ്വർഗത്തേക്കൊന്നും പോകാൻ സാധിക്കില്ല. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, തരണം ചെയ്യേണ്ടി വരും എന്നൊക്കെ റബ്ബ് പറഞ്ഞത്. അവരെ നമ്മൾ ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹു റസൂൽ സത്യം തന്നെയാ പറഞ്ഞത്, കളവ് പറഞ്ഞിട്ടില്ല. ഇതിനേക്കാളൊക്കെ വലിയത് വരുന്ന് ഞങ്ങൾക്ക് അറിയും ചെയ്യാം കേട്ടോ. വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, അവർക്ക് വിശ്വാസവും അർപ്പണബോധവും വർദ്ധിച്ചു എന്നല്ലാതെ ഇത്തിരി പോലും കുറഞ്ഞു പോയിട്ടില്ല. മരണം മുമ്പിൽ കാണുമ്പോൾ പോലും പതറാതെ അള്ളാഹുവിൽ സമർപ്പിച്ചും കൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചും കൊണ്ട് നിന്ന ചരിത്രമല്ലാതെ ഇസ്ലാമിന് മുസ്ലിങ്ങളെ സംബന്ധിച്ച്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, സ്വഹാബത്തിനെ സംബന്ധിച്ച്, അംബിയാ മുർസലീങ്ങളെ സംബന്ധിച്ച് പറയാൻ നമുക്ക് സാധിക്കൂല. അതിൽ നമ്മൾ ബഹുദൂരം പിറകോട്ട് പോയി. അതിൻ്റെ ഫല സഹോദരങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കോ? ഇല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അമ്പിയാക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, മുർസലീങ്ങളുടെ ചരിത്രം നോക്കിയാൽ അമ്പരന്ന് പോകും. അദ്ദേഹം ദഅവത്തിന് കാണിച്ച ധൈര്യം, ആരൊക്കെ എതിരായപ്പോഴും ഒറ്റപ്പെട്ടു പോയപ്പോഴും പതരാതെ ശുഭപ്രതീക്ഷ റബ്ബിൽ അർപ്പിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുള്ളാഹ്. കുടുംബവുമായി പിണങ്ങിപ്പിരിഞ്ഞു, നാട്ടുകാരുമായി പിണങ്ങിപ്പിരിഞ്ഞു, രാജാവുമായി പിണങ്ങിപ്പിരിഞ്ഞു. ആദർശത്തിന് വേണ്ടിയിട്ട് ഒറ്റപ്പെട്ടു. കൊടിയ ശിക്ഷ കൊടുക്കാനാണ് തീരുമാനിച്ചത്. വലിയ തീ കുണ്ടാരമുണ്ടാക്കി ജനങ്ങൾ അതിലേക്ക് വിറകും നെയ്യും കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. ആളിക്കത്തുന്ന തീ കുണ്ടാരം അതിൽ കൊണ്ടുപോയി ഇബ്രാഹിം നബിയെ വലിച്ചെറിയാൻ പോലും സാധിക്കൂല. കൊണ്ടുപോകുന്ന ആൾക്കാർ ആദ്യം കത്തിപ്പോവും. വില്ല് കൂട്ടി അതിൽ ഒരു പച്ചയായ മനുഷ്യനെ ഇരുത്തിയിട്ട് വില്ല് തെറിപ്പിക്കുകയാണ്. അപ്പൊ കുറേ ദൂരെ പോയിട്ട് എന്ത് ചെയ്യും? തീ കുണ്ടാരത്തിൽ വീഴും. അത്തരം ഒരു വില്ലിൽ കൊണ്ടുചെന്ന് ഇരുത്തുകയാണ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ. അത് തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം തെറിച്ചു വീഴുന്നത് തീ കുണ്ടാരത്തിലേക്കാണ്. ആഴമേറിയ തീ കുണ്ടാരം. അതിൽ നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖത്തിന് ഭാവമാറ്റമില്ല, പേടിയില്ല. അടുത്ത നിമിഷം ഞാൻ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയാകും. ഒരു ബേജാറില്ല. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം, മുവഹിദീങ്ങളുടെ മുജാഹിദുകളുടെ ചരിത്രം അതാ. ഏതായാലും മരിക്കണ്ടേ? പക്ഷെ അദ്ദേഹത്തിന് ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു, അർപ്പണബോധമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. തൊട്ട നിമിഷം മരണം സംഭവിക്കാൻ പോകുന്നൊരു മനുഷ്യന്റെ
ആ ഭാവമാറ്റമില്ലാത്ത മുഖം, പ്രതീക്ഷയുള്ള ആ മുഖം അത്ഭുതപ്പെട്ടു പോയി. ഒരു വില്ലങ്ങ് തൊടുത്തു വീഴാണ്. അദ്ദേഹം തെറിച്ച് തീകുണ്ടാരത്തിലേക്ക് വീഴുകയാണ്. അത് തൊടുത്തു വിടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായിരിക്കണം നമ്മുടെ കൈമുതൽ, അതുമായിട്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്, അതുമായിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്ക് എൻ്റെ റബ്ബ് മതി, അള്ളാഹു മതി എനിക്ക്. ഞാൻ അവനിൽ സമർപ്പിച്ചും കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവൻ രക്ഷിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഇന്ന് രണ്ടുമില്ലാത്ത ജാതികളായി. അർപ്പണബോധവുമില്ല, ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷയ്ക്ക് അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്കാണ് തിരിച്ചുവിടുന്നത്. പല മലക്കോ ജിന്നോ ഉണ്ടെങ്കിൽ റബ്ബ് എന്നുള്ള വർത്താനം വരാത്തൊരവസ്ഥ സഹോദരങ്ങളെ സംജാതമായി. ദുരന്തമല്ലേ സംഭവിച്ചത്? മഹാനായ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ചരിത്രം, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല മുഅ്മിനീങ്ങളിൽ നിന്ന് വില കൊടുത്തു വാങ്ങി അവരുടെ ജീവനും അവരുടെ സ്വത്തുക്കളും എനിക്ക് വേണമെന്ന് റബ്ബ് ഒരു കച്ചവട കരാറിൽ ഏർപ്പെടുകയാണ്. പകരം എന്തു തരും? മനുഷ്യന്റെ ചോദ്യമാണ് അങ്ങോട്ട്. ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം തരാ, സ്വർഗം തരാ. അത് ഖുർആനാണ് കരാർ എഴുതിയ കരാർ പത്രം. ആരും ജീവനും കൊടുക്കണ്ട, സ്വത്തും കൊടുക്കണ്ട. വേണ്ടി വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ള കരാറിൽ ഒപ്പുവെച്ചാൽ മാത്രം മതി. ഒന്നും കൊടുക്കാതെ സ്വർഗം കിട്ടും. പക്ഷെ കരാറിൽ നമ്മൾ ഒപ്പുവെക്കണം. അള്ളാഹുവിന് ആവശ്യമെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ കൊടുക്കും, എൻ്റെ അവസാനത്തെ നയാ പൈസ ഞാൻ കൊടുക്കും, എൻ്റെ അവസാനത്തുള്ളി ചോര ഞാൻ കൊടുക്കും. കരാറിൽ ഒപ്പിട്ടാൽ മതി. സഹോദരങ്ങളെ, മഹാനായ മുസ്അബ് എന്ന് പറയുന്ന യുവാവ്, അദ്ദേഹം ഒരു MSMകാരൻ. ISMലേക്ക് എത്താൻ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രായം ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ട് ഒരു അടിപൊളി ചെറുപ്പക്കാരൻ, വലിയ ഒരു പണക്കാരൻ്റെ പുത്രൻ, സുഖലോലുവൻ, പ്രയാസമെന്ന് ജീവിതത്തിൽ അറിയാത്ത ആള്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിച്ചപ്പോഴുണ്ടായ പരിവർത്തനം, മാറ്റം. ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും സമർപ്പിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ റബ്ബിന് മാത്രം സമർപ്പിക്കുന്നതായി മാറുകയാണ്. വല്ലാത്തൊരു ചരിത്രം, അദ്ദേഹത്തിന്റെ ചരിത്രം എല്ലാം ഒന്ന് വായിക്കണം. അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വിവരം അദ്ദേഹത്തിന്റെ കുടുംബത്തിലെത്തുകയാണ്. ഉപ്പ വിളിക്കുകയാണ്, നീ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞല്ലോ, ശരിയാണോ? ശരിയാണ്. നീ പിന്തിരിയൂല? പിന്തിരിയൂല. പല മാർഗവും നോക്കി, ഇയാൾ മാറൂല. അതാണ് ഈമാൻ. അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കൾ എല്ലാവരെക്കാളും അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് മുസ്അബ് ഇബ്നു ഉമൈർ. അദ്ദേഹത്തോട് വീട്ടുകാർ പറയാണ്, നീ ഇറങ്ങിപ്പോകണം. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഉട്ടുടുത്ത വസ്ത്രമല്ലാതെ, രാവിലെ ഉടുത്ത വസ്ത്രം ഉച്ചക്ക് മാറ്റിവെക്കുന്ന, ഉച്ചക്ക് കൊടുത്ത വസ്ത്രം വൈകുന്നേരം അഴിച്ചു മാറ്റുന്ന ഈ ചെറുപ്പക്കാരൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇറങ്ങിപ്പോവാണ്. കടന്നുറങ്ങാൻ പീഡികത്തിണ്ട പോലും ആരും കൊടുക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല, ആരും പച്ചവെള്ളം കൊടുക്കുന്നില്ല. ബഹിഷ്കരണം. അദ്ദേഹം അള്ളാഹുവിനെ തവക്കുലാക്കി സമർപ്പിച്ചും കൊണ്ട് ഇറങ്ങിപ്പോയി. ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മുസ്അബ് വരുന്ന രംഗം കണ്ടപ്പോൾ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യന്മാർ മുഴുവൻ കരഞ്ഞുപോയി. ഇത്ര സുഖിച്ച് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ നഗ്നത മറക്കാൻ ഒരു വസ്ത്രമില്ലാത്തത് കൊണ്ട് കീറിപ്പറിഞ്ഞ കരിമ്പടത്തിന്റെ കഷ്ണം കൊണ്ട് നഗ്നത പൊത്തിപ്പിടിച്ച് വരുന്ന രംഗം കണ്ടവരൊക്കെ കരഞ്ഞുപോയി. അള്ളാഹ്ക്ക് സമർപ്പിക്കുക, വേറെയൊക്കെ പോട്ടെ. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. എനിക്ക് സ്വർഗം തരാന്നല്ല പറഞ്ഞത്. മുതൽ പോട്ടെ, ഉപ്പാന്റെ കൊപ്പെടുത്തോട്ടെ, എനിക്കതൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത പ്രയാസം ഉണ്ടായി. മുസ്അബേ, നിങ്ങൾ പോകണം. എങ്ങോട്ട്? മദീനത്തേക്ക് പോകണം. അവിടെ ചെന്ന് അവിടെ ദഅവത്ത് നടത്തണം. അദ്ദേഹം നാടും വീടും വിട്ട് മദീനയിലേക്ക് പോവുകയാണ്. ഉഹദ് രണാങ്കണം. രണ്ടാമത് അബൂ സുഫിയാനും കൂട്ടരും വന്ന് നമ്മെ അറ്റാക്ക് ചെയ്തപ്പോൾ ഓടിപ്പോകുന്ന
ഇസ്ലാമിൻ്റെ പട്ടാളം. ആ സമയത്ത് ചില ആൾക്കാർ വിളിച്ചു പറയുന്നു, മുഹമ്മദ് മരിച്ചു, മുഹമ്മദ് മരിച്ചു. മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും കൂടി ഓടി രക്ഷപ്പെടും. അപ്പോൾ മുഹമ്മദ് നബിനെ കൊല്ല. ഈ സൂത്രം ഈ ചെറുപ്പക്കാരനാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇല്ല, മുഹമ്മദ് നബി മരിച്ചിട്ടില്ല. ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല. മുമ്പ് നബിമാര് വന്നിട്ടുണ്ട്, മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അനുയായികളാരും ഓടിപ്പോയതല്ല. ഇങ്ങോട്ട് വരീൻ, മുഹമ്മദ് നബി മരിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ പതാക ഉയർത്തിക്കൊണ്ട് വലത്തെ കൈയിന് വിട്ട് കൈ അറ്റു വീഴുകയാണ്. ആ പതാക മറ്റേ കൈ കൊണ്ട് ഉയർത്തിപ്പിടിക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. രണ്ട് കൈയും അറ്റുപോവുകയാണ്. എന്നിട്ടോ രണ്ട് അറ്റ കൈകൾ കൊണ്ട് പതാക ഉയർത്തിപ്പിടിക്കുന്ന മഹാൻ ചെറുപ്പക്കാരൻ, യുവാവ്. അങ്ങനെ വെട്ടും കുത്തും അമ്പും കൊണ്ട് ആ മനുഷ്യൻ വീണപ്പോൾ ഭൂമി തൊട്ടിട്ടില്ല. ശരീരമാസകലം അമ്പുകളാണ്. അതേ മരിക്കാൻ രണ്ടും കൊടുത്ത്, അള്ളാഹ് ചോദിച്ച രണ്ടും കൊടുത്ത്, സ്വത്ത് മുഴുവൻ കൊടുത്ത്, ജീവനും കൊടുത്ത്. പകരം സ്വർഗമാണ് അദ്ദേഹം. അപ്പൊ എനിക്ക് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ കാണുന്ന സ്വത്തിന്റെ കൂമ്പാരം അതെന്റെ സ്വർഗ പ്രവേശനത്തിന് തടസ്സമാകാൻ പാടില്ല. എൻ്റെ ജീവൻ എൻ്റെ സ്വർഗത്തിന് തടസ്സമാകാൻ പാടില്ല. ഇന്നല്ലാഹു അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. മറമാടാൻ നോക്കുമ്പോൾ കഫൻ പുടവയില്ല. തലമറച്ചാൽ കാല് പുറത്ത്, കാല് മറച്ചാൽ തല പുറത്ത്. എന്തു ചെയ്യും റസൂലേ? മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണല്ലോ ഈ കിടക്കുന്നത്. ഇതിഹർ എന്ന് പറയുന്ന പുല്ല് പറിച്ചു കൊണ്ടുവരൂ. തലയുടെ ഭാഗം കരിമ്പടം കൊണ്ടും കാലിന്റെ ഭാഗം പുല്ല് വെച്ച് കെട്ടിയിട്ടുമാണ് അദ്ദേഹത്തിന് മറമാടിയത്. എന്താണ്? അവർക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇതിൽ മരിച്ചാൽ തന്നെ കിട്ടാൻ പോകുന്നത് സ്വർഗപ്പൂങ്കാവനമാണ്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ചിന്തക്കും ബുദ്ധിക്കും വിഭാവനം ചെയ്യാൻ കഴിയാത്ത സ്വർഗപ്പൂങ്കാവന കിട്ടുന്നത്. ഇതായിരുന്നു ഒരു മുഅ്മിന്റെ വിശ്വാസം, ഒരു മുജാഹിദിന്റെ വിശ്വാസം. അതായിരുന്നു സഹോദരങ്ങളെ. അതൊക്കെ അട്ടിമറിച്ചില്ലേ ചില ആൾക്കാരുടെ കാലത്ത് വന്നിട്ട്? നമുക്ക് അല്ലാഹു തആല ആയുസ് നീട്ടിയിട്ട് തരികയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണാൻ സാധിക്കും. ഈ ഫസാദ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് റബ്ബ് ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന ദുരന്തം ആയുസ് നമുക്ക് നീട്ടിത്തരാൻ കാണാൻ സാധിക്കും. തൗഹീദിനോട്, ഈ പ്രസ്ഥാനത്തിനോട്, ഈ ആദർശത്തോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് അവർ ചെയ്തത്. ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് എവിടുന്നാണോ നമ്മൾ തെളിച്ചു കൊണ്ടുവന്നത് അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. പൊറുക്കില്ല റബ്ബ്. ഒരു സംശയം വിചാരിക്കേണ്ട. അതിൽ അകപ്പെട്ടു പോയ മക്കളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ആദർശം അതെന്താണ്? ആദർശബോധം, ആദർശനിഷ്ഠ എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതിന്റെ ഉദാഹരണം സ്വഹാബത്താണ്. ഉമ്മു അൻമാറിന്റെ അടിമ ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അൻഹു. ആരാ ഖബ്ബാബ്? ഒരു അടിമയാണ്, ഉമ്മു അൻമാറിന്റെ അടിമ. ആ അടിമ അദ്ദേഹം പെരുങ്കൊല്ലനാ, കൊല്ലപ്പണിക്കാരനാ. കത്തി, അതുപോലെ തന്നെ വാള്, പരിച, കുന്തം ഇതൊക്കെ ഉണ്ടാക്കുന്ന, വൈകുന്നേരം മുതൽ രാത്രി ഒക്കെ തന്നെ അടിച്ചടിച്ച് ഇത് ഉണ്ടാക്കുക, പഴുപ്പിച്ചിട്ട്. 5 പൈസ പാവത്തിന് കിട്ടൂല. അതൊക്കെ യജമാനന്മാർ വാങ്ങിപ്പോകും. പണിയെടുക്കുക. അപ്പൊ ആലയിൽ വന്ന് പലരും പലതും പറയും. ഓരോരുത്തർ വരും, ആ മുഹമ്മദ് ഉണ്ടല്ലോ, ആ ഉരുവിടുന്ന വചനങ്ങൾ ഭയങ്കര ഒരു മാസ്മരികതയുണ്ട് അതില്. എന്നാലും അവൻ പറഞ്ഞ കേൾക്കാൻ പാടില്ല, മറ്റേ കേൾക്കണ്ട, ഞാൻ പറയാം. ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു കൂട്ടം ആൾക്കാർ ഇകഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും പലവരും കേൾക്കാൻ അവസരമുണ്ടായ പാവപ്പെട്ട ഖബ്ബാബ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാഗ്രഹം മുട്ടിടുകയാണ്, എനിക്ക് ആ മുഹമ്മദിനെ ഒന്ന് കാണണം. അനുവാദം ചോദിച്ചാൽ ഒരിക്കലും യജമാനന്മാർ സമ്മതിക്കുകയില്ല. പോയതറിഞ്ഞാൽ കഠിനമായ ശിക്ഷ കിട്ടും, പ്രശ്നമില്ല. അദ്ദേഹം അനുവാദമില്ലാതെ ഇറങ്ങി തിരിച്ചു മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടിയിട്ട്. എന്താണ് രംഗനരയങ്ങൾ? അതിങ്ങനെ വായിച്ചാൽ നമ്മൾ തന്നെ അതിലിങ്ങനെ ലയിച്ചു ചേരും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ അറബി സാഹിത്യം, അത് അറബി അറിയുന്ന ആൾക്കാർ അമ്പരന്ന് പോകും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സംസാരിച്ചു. ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ, തൗഹീദിൻ്റെ വെളിച്ചം നബിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം പറയാണ്, ഇരുൾമുറ്റിയ എൻ്റെ ഹൃത്തടത്തിലേക്ക് ഒരു പ്രകാശത്തിൻ്റെ രശ്മി കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി.
എൻ്റെ ഹൃത്തടം പ്രകാശപൂരിതമായി. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഉരുവിട്ടു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ചരിത്രം വായിച്ചാൽ എന്തോ ആയിപ്പോകും നമ്മൾ മലയാളികൾ. പിന്നെ അറബികളെ കഥ പറയാണ്ട, അത്ര നല്ല അറബി സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ ഈമാൻ്റെ മധുരാണ് കേട്ടോ. അതിപ്പം ഈ ഹുറാഫികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ മുജാഹിദായിട്ട് ഇങ്ങനെ വരുമ്പോഴവൻ അവൻ അനുഭവപ്പെടുക. എനിക്കൊന്നും കിട്ടൂല, മുജാഹിദായ വാപ്പാൻ്റെ മുജാഹിദായ മാന. അതിൽ നിന്നിട്ട് വരുന്ന ആൾക്കാർക്കാണ് കിട്ടുക. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ എന്തോ ആയിപ്പോയി. പിന്നെ സ്വബോധം നശിച്ചവനെ ഒറ്റയ്ക്ക് സംസാരിക്കുക. അത് സംസാരിച്ചിങ്ങനെ ഇവർ എത്ര നല്ല മനുഷ്യൻ, എന്തു നല്ല സംസാരം, എത്ര മുന്തിയ സംസ്കാരം. എനിക്ക് അദ്ദേഹത്തെ ഇനിയും കണ്ടുകൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എനിക്ക് ആ വചനങ്ങൾ ഇനിയും കേൾക്കണം. ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് വരിക. യാന്ത്രികമായി അദ്ദേഹത്തിൻ്റെ കൊല്ലപ്പണി നടത്തുന്ന ആലയിലേക്ക് അദ്ദേഹം വരികയാണ്. വേറൊരു ലോകത്താ. ജനങ്ങൾ യജമാനന്മാർ ക്ഷുഭിതരായി കാത്തിരിക്കുകയാണ്. എവിടെ പോയി? എൻ്റെ പണി, എൻ്റെ വാളിൻ്റെ പണി തീർത്തോ, എൻ്റെ കുന്തത്തിൻ്റെ പണി തീർത്തോ? ഓരോരുത്തരും ചോദിക്കാണ്. വന്നപാടെയുള്ള ചോദ്യം, ഹൽ അത്മംത സുൻഅ സുയൂഫ് യാ ഖബ്ബാബ്? ഞങ്ങളെ വാളിൻ്റെ പണിയൊക്കെ തീർത്ത ഖബ്ബാബ്, എവിടെ പോയിരിക്കുകയാണ് പണിയെടുക്കാതെ? ഹൽ അത്മംത സുൻഅ സുയൂഫ് യാ ഖബ്ബാബ്? ഖബ്ബാബേ, ഞങ്ങളുടെ വാളിൻ്റെ ഒക്കെ പണി തീർത്തോ? ഇയാൾ ചോദ്യം തന്നെ കേൾക്കുന്നില്ല. ഈമാൻ്റെ മധുരമാണത്, ഈമാൻ്റെ മധുരം സഹോദരങ്ങളെ. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ? ഇന്ന അംറഹു ലഅജബുൻ, ഇന്ന അംറഹു ലഅജബുൻ. അദ്ദേഹത്തിന്റെ കാര്യം മഹാത്ഭുതം തന്നെയാണ് കേട്ടോ. ചോദ്യം ഒന്ന്, ഉത്തരം വേറൊന്ന്. അയ്യാമ്രിൻ, ഏതു കാര്യമാണ് നീ പറയുന്നത്? നസ്അലുക അൻ സുയൂഫിന, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് ഞങ്ങളുടെ വാളിന്റെ കാര്യമാണ്, അത്ഭുതത്തിന്റെ കാര്യമല്ല. നിങ്ങളുടെ വാളിന്റെ പണി എന്താക്കി? ഹൽ അത്മംത, നീ ആ പണി പൂർത്തിയാക്കിയോ? ഖബ്ബാബേ. ഖബ്ബാബ് പറയാണ് മറുപടി. ചോദ്യമായിട്ടൊരു ബന്ധുവില്ല, അറബി അറിയുന്ന ആൾക്കാർ അതിലുകൊണ്ട് ലയിച്ചു പോകും. എന്താ അദ്ദേഹത്തിന്റെ മറുപടി സഹോദരങ്ങളെ? ഹൽ റഅയ്തുമുഹു വഹൽ അൻതും സമിഅ്തും കലാമഹു? നിങ്ങൾ ആ മഹാനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനെ, അദ്ദേഹം ഉരുവിടുന്ന വചനങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചോദ്യം വാളിനെ സംബന്ധിച്ചു, കുന്തത്തിനെ സംബന്ധിച്ചു. മറുപടി വേറെ ഒന്ന്. ഈമാന്റെ മധുരമാണത്. ഹൽ റഅയ്തുമുഹു വഹൽ അൻതും സമിഅ്തും കലാമഹു? നിങ്ങൾ ആ മഹാനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വചനങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോ ഇവന് തലക്ക് ലെവലില്ലാതായിട്ടുണ്ടെന്ന് മറ്റവർക്ക് മനസ്സിലായി. അവരോ ഹൽ റഅയ്തഹു അൻത യാ ഖബ്ബാബ്, ഹൽ റഅയ്തഹു അൻത യാ ഖബ്ബാബ്? ഖബ്ബാബേ, നീ അയാളെ കണ്ടിട്ടുണ്ടോ? പിരാന്താന്ന് മനസ്സിലായി. പിന്നെ വളർക്കാനുള്ള ആൾക്കാരെ കൂടിയിട്ട് നീ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിനെ? അജൽ അജൽ റഅയ്തുഹു വസമിഅ്തുഹു, ഞാൻ അദ്ദേഹത്തെ കണ്ടു, ഞാൻ അദ്ദേഹത്തെ കേട്ടു. ഇവിടെ ഈ വരാൻ പോകുന്നത് എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അതൊക്കെ റബ്ബിൽ സമർപ്പിച്ചു. യജമാനന്മാർ ചിലപ്പോൾ കൊന്നുവെന്ന് വരും. സമർപ്പണം അങ്ങോട്ട്, ശുഭപ്രതീക്ഷയെ അങ്ങോട്ട് സഹോദരങ്ങളെ. ഞാൻ അദ്ദേഹത്തെ കണ്ടു, കേട്ടു. റഅയ്തുൽ ഹഖ്ഖ യതഫജ്ജറു മിൻ ബൈനി ജവാനിബിഹി, അദ്ദേഹത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യം പൊട്ടി ഒഴുകുന്നത് ഞാൻ കണ്ടു. അറബി സാഹിത്യം കേട്ടോ, പച്ചമലയാളത്തിൽ പറയല്ലത്. അതൊക്കെ അറബികൾ വലിയ സാഹിത്യം അതിൻ്റെ ഉത്തുംഗതിയിലെത്തിയൊരു കാലത്താണ് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഈ സംസാരം. അത്ഭുതപ്പെട്ടു പോയവര്. റഅയ്തുൽ ഹഖ്ഖ യതഫജ്ജറു മിൻ ബൈനി ജവാനിബിഹി വന്നൂറു യതലഅലഉ ബൈന സനായാഹു, വന്നൂറു യതലഅലഉ ബൈന സനായാഹു, അദ്ദേഹത്തിന്റെ പൽക്കോറുവകൾക്കിടയിൽ നിന്ന് പ്രകാശം പൊട്ടിപ്പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അവർക്ക് അത്ഭുതമായി. ഇവൻ കണ്ടത് മുഹമ്മദിനെറ്റാണോ? അതല്ല, നീ മുഹമ്മദിനെ കണ്ട വർത്തമാനമാണോ പറയുന്നത്? നഅം, അതെ, ഞാൻ കണ്ടത് മുഹമ്മദ് നബിയെയാണ്. അതേ, സമ്മതിക്കുകയാണ്. ആരാണ് അദ്ദേഹം? ഇന്നഹു ഹുവ റസൂലുള്ളാഹി ഇലൈനാ, ഇന്നഹു ഹുവ റസൂലുള്ളാഹി ഇലൈനാ, നമ്മളിലേക്ക് അല്ലാഹു തആല നിയോഗിച്ചയച്ച റസൂലാണ് അദ്ദേഹം. ഇതെനിക്ക് ബോധ്യപ്പെട്ടു. എന്തിനാ അല്ലാഹു തആല അദ്ദേഹത്തിനെ അയച്ചത്? ലിയുഖ്രിജനാ മിനൽ ഗുലുമാതി ഇലൻ നൂർ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി അല്ലാഹു തആല
നിയോഗിച്ചയച്ച പ്രവാചകനാണ്, ദൂതൻ അദ്ദേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലയദ്രി ഖബ്ബാബിന് ഇവന് അറിയൂല എന്താണ് മാദാ ഖാല ബഅദ ഹാദിഹിൽ കലിമാത്ത്, ഈ വചനം പറഞ്ഞതിന് ശേഷം പിന്നെ ഖബ്ബാബ് എന്താണ് പറഞ്ഞെന്ന് ഖബ്ബാബിന് അറിയില്ല. വലാ മാദാ ഖീല ലഹു, അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് എന്താ പറഞ്ഞതെന്നും അറിയില്ല, അദ്ദേഹം എന്താ അങ്ങോട്ട് പറഞ്ഞതെന്നും അറിയില്ല. അദ്ദേഹത്തെ പ്രതികാരം ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹു അല്ലാത്തവർ വിളിച്ച് സഹായം തേടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആലയിൽ കിടക്കുന്ന ഇരുമ്പ് തണ്ടുകൾ മുഴുവൻ പഴിപ്പിച്ച് ചമന്ന നിറമാക്കിയിട്ട് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഈ അടിമയുടെ ശരീരം കരിക്കുകയാണ്, പൊള്ളിക്കുകയാണ്. ആവശ്യപ്പെടുന്ന ഒരൊറ്റ ആവശ്യം, എന്താ ആവശ്യം? ഒരു പ്രാവശ്യം ഖബ്ബാബേ ലാത്തെ കാക്കണേ, ഉസ്സയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല, റബ്ബിനോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ, എന്നെ രക്ഷിക്കാൻ അള്ളാഹ്ക്കല്ലാതെ ആർക്കും സാധിക്കൂല. ഒരു ദുരന്തം ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്കല്ലാതെ ആർക്കും സാധിക്കൂല. വിശ്വാസം. അതേ മലക്കിനെ തേടിയില്ല, ജിന്നിനെ തേടിയില്ല, പടപ്പുകളെ തേടിയില്ല. ഉറച്ച വിശ്വാസം. അല്ലാഹു അഹദ് അഹദ്. ഒരു പ്രാവശ്യം നമ്മൾ എവിടെത്തി? ചെറിയൊരു സംഗതി ഉണ്ടാകുമ്പോഴത്തേന് ജിന്നിനെ തേടുക. നമ്മുടെ ആദർശം ചോർന്നുപോയി. അള്ളാഹിന്റെ തൗഫീഖ് നമുക്ക് ലഭിക്കുകയില്ല. അത് പുറത്തു പോയത് അൽഹംദുലില്ലാ, നല്ല കാര്യം. മറ്റേത് ഒരു ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും കൂടി ഇറങ്ങുക. വത്തഖു ഫിത്നത ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. വത്തഖു ഫിത്നത ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. അത് നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ് ശൈത്താന്മാർ വെച്ചാൽ അള്ളാഹിന്റെ ശിക്ഷ എല്ലാവർക്കും കിട്ടിയിരുന്നു. ഇത് ഹക്കും ബാത്തിലും തിരിഞ്ഞു പോയതുകൊണ്ട് അൽഹംദുലില്ലാ അത് അവരെ ഇക്കോളും. മനസ്സിലായോ? അരിശം തീരാത്തത് കൊണ്ട് ഒരു പ്രാവശ്യം അള്ളാഹു അല്ലാത്തോട് സഹായം തേടാൻ വേണ്ടിയിട്ട് കൈകാലുകൾ വരിഞ്ഞ് കെട്ടിയിട്ട് അടുപ്പുണ്ടാക്കി തീ കത്തിച്ചതിന് മുകളിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കിടത്തിയിട്ട് പോലും ഒരു തവണയെങ്കിലും അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെ, അതല്ലെങ്കിൽ അതിന് പുറമെ ലാത്തെ രക്ഷിക്കണേ എന്ന് പറയാത്ത മഹാൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നാണ് ഈ പ്രസ്ഥാനം ഊർജം പകർന്നു വാങ്ങിയത്. ഇപ്പോ ചെറിയൊരു സംഗതി വെള്ളത്തിൽ പോയാൽ, വയ്യ അയച്ചാൽ, ഇരുട്ടത്ത് കുടുങ്ങിയാൽ സമർപ്പണം അല്ലല്ലാത്തവർക്ക് പാടില്ല. സഹോദരങ്ങളെ, എപ്പോഴും അർപ്പണ പോകുന്ന സർവസ്വവും സർവ്വലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവനിൽ നിന്ന് അവനിലേക്ക് മാത്രം, മറ്റാരും എനിക്ക് വേണ്ട. അവൻ തന്നതിനെ തടയുന്നവനില്ല, അവൻ തടഞ്ഞതിനെ തരുന്നവനുമില്ല. ഉറച്ച വിശ്വാസത്തോടു കൂടി പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് മുന്നോട്ട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അതിന് പറ്റിയ ഒരു സമൂഹത്തെ നമുക്ക് വീണ്ടും വാർത്തെടുക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് നമ്മൾ ശുഭാപ്തി വിശ്വാസം ആരിലാണ് ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അർപ്പണബോധം ആർക്കാണ് കൊടുക്കേണ്ടത്? ആരാണ് മുസൽമാൻ? എന്താണ് ഇസ്ലാം? സർവസ്വവും സർവ്വലോകരക്ഷിതാവായ തമ്പുരാന് മാത്രം സമർപ്പിച്ചവനാണ് മുസൽമാൻ, അവൻ പ്രതീക്ഷ അർപ്പിച്ചവനാണ് മുഅ്മിൻ എന്നുള്ള സന്ദേശം വീണ്ടും എത്തിച്ചു കൊടുത്തുകൊണ്ട് സഹോദരങ്ങൾ നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ, അവരെ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കി മാറ്റുവാൻ, അവരെ തൗഹീദിന്റെ വക്താക്കളാക്കി മാറ്റുവാൻ ഒറ്റക്കെട്ടായി, ഒരു മനമായി, ഒരു മെയ്യായി, ഒരു മതിൽക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.